നമസ്കാരം. Good morning and welcome to Pularkalam. Another lucky color is white and the most lucky day is Monday. എല്ലാവരും ഒരു വിജയത്തിൻ്റെ പുറയിലുള്ള ഒരു പ്രയാണമാണ്. അത് നല്ലതാണ്, പക്ഷേ അതിനോടൊപ്പം നമുക്ക് ജീവിതത്തിൽ നമ്മുടേതായ ഒരുപാട് വാല്യൂസ് ഉണ്ട്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വാല്യൂസ് നമ്മുടെ പൈതൃകത്തിലൂടെ നമ്മൾ പഠിച്ചു വന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മുടെ പ്രയാണം. നമ്മൾ തീർച്ചയായിട്ടും ആ വിജയത്തിനോടൊപ്പം ഈ വാല്യൂസും കൂടി ഉണ്ടാവണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. ഭാഗ്യം ഒരു ഫാക്ടറാണ് എല്ലാ കാര്യങ്ങൾക്കും. ഇന്നത്തെ ഭാഗ്യനിറം വെള്ള. തോട്ട് ഓഫ് ദി ഡേ വിവേക് അയച്ചു തന്നൊരു മെസ്സേജാണ്. വൺസ് ഇൻ എ വൈൽ യു ഹാവ് ടു ടേക്ക് എ ബ്രേക്ക് ആൻഡ് വിസിറ്റ് യുവർ സെൽഫ്. വളരെ ശരിയാണ്. നമ്മളെ തന്നെ ആദ്യം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരെ പഠിക്കാനും അഡ്മയർ ചെയ്യാനും വിമർശിക്കാനും ഒക്കെ പോകുന്നതായിരിക്കും നല്ലത്. ഒരു ഇൻട്രോസ്പെക്ഷൻ എന്നുമേ നല്ലതാണെന്ന് പറയാറുണ്ട്. ഒരു സ്വയം വിലയിരുത്തൽ, അവലോകനത്തിലൂടെ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവാൻ നമുക്ക് പെർഫോം ചെയ്യാനും നമ്മുടെ പ്ലസ് മൈനസ് നമുക്ക് മനസ്സിലാവും. കുറച്ചുകൂടി പോസിറ്റീവായിട്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്ക് തിരിച്ചറിയാനും കൂടി ഒന്ന് സാധിക്കും. അല്ലേ രാജേട്ടാ? ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു കൊച്ചു മിടുക്കിയാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സജ്ന സൈമൺ. സജ്ന സൈമൺ, കൊച്ചു വലിയ മിടുക്കി, വലിയ കലാകാരൻ. നമസ്കാരമുണ്ട്. ഒരു പെൺകുട്ടി സാധാരണ മിമിക്രിയിലോട്ടൊക്കെ വരുന്നത് വളരെ അപൂർവമാണ്. ആ വിധത്തിൽ സജ്ന വളരെ സ്പെഷ്യലും കൂടിയാണെന്ന് തോന്നുന്നു. സജ്ന ഈ മിമിക്രിയാണ് എനിക്ക് പറ്റുന്നതെന്ന് തിരിച്ചറിയുന്നത് ആരായിരിക്കും ഒരു ഹെൽപ്പ് ചെയ്തത്? സഹോദരനാണ്. സാജൻ ഷോസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ആ, നാട്ടിൽ തന്നെ ഷോസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ചോദിക്കണമല്ലോ, എവിടെയാണ് നാട്? നാട് ചെട്ടിക്കാട്. അങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലേ? അത് കൊടുങ്ങല്ലൂര് മൂത്തകുന്നം ചെട്ടിക്കാട്. അവിടെ പ്രശസ്തമായ പള്ളിയുണ്ട്, സെന്റ് ആന്റണീസ് ചർച്ച്. അതെ, ശരി. ഓ, സജ്ന അങ്ങനെയാണല്ലേ? ചർച്ചിന്റെ ഇടവകയിലാണ്. അച്ഛന്റെ പേര് സൈമൺ. 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 ആ പേര് കേൾക്കുമ്പോ നമുക്ക് വേറെ അതെ അതെ, പലരും അങ്ങനെ പറയാറുണ്ട്. മുസ്ലിംമാരെയും പരിപാടിക്ക് വിളിക്കുമ്പോ തന്നെ ബാപ്പ എന്തേ അങ്ങനെ ചോദിക്കുക. പപ്പയായിട്ട് മാറ്റും അല്ലേ? സൈമൺ അപ്പച്ചനായിട്ട് മാറ്റും. മോൾ ഏറ്റവും കൂടുതൽ ഇതില് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ബ്രദറാണെന്ന് പറഞ്ഞു. ഫാമിലിയിൽ ആരൊക്കെയാണ് ഈ കലയുള്ളതെന്ന് പറഞ്ഞു? ചേട്ടനുണ്ട്, പിന്നെ അമ്മക്കും ഉണ്ട്. പാട്ടുകാരിയാണോ അതോ? അല്ല, അമ്മ ഡാൻസ് ഒക്കെ പഠിപ്പിക്കായിരുന്നു. പണ്ട് സ്കൂളിലെ പിള്ളേരെയൊക്കെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച്. അച്ഛനോ? അപ്പച്ചൻ കഴിവുണ്ട്, സിനിമയിലൊക്കെ ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങനൊന്നും ആയിട്ടില്ല. അല്ല, ബെസ്റ്റ് ആക്ടറിലെ ഒരു കഥാപാത്രം ഉണ്ടല്ലോ മമ്മൂക്ക ചെയ്തത്, അതുപോലെയാണോ ചോദിക്കുക? ആ, തീർച്ചയായിട്ടും. അവസാനത്തെ ക്ലൈമാക്സ് മകൻ വരുമ്പോ ഉള്ളൊരു സന്തോഷം അതേപോലെയായിരുന്നു അപ്പച്ചന്. കാരണം അപ്പച്ചൻ എന്നെ അതിലോട്ട് ചാനലിലോട്ടായാലും എന്തിലോട്ടായാലും വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കേറാനായിട്ട്. അച്ഛന്റെ സ്വപ്നമാണോ സജന ഇങ്ങനെ ഇരിക്കുന്നത്? തീർച്ചയായിട്ടും അല്ലേ? അതെ, ചോദിക്കാൻ കാരണം ഇവിടെ വന്നപ്പോൾ അച്ഛൻ കൊണ്ടൊന്ന് പരിചയപ്പെടുത്തിയല്ലോ. അപ്പോൾ ഒരു അച്ഛൻ മകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ, മകൾ എവിടെയെങ്കിലും മിസ് ഔട്ട് ചെയ്യുമോ ചില കാര്യങ്ങൾ? എനിക്ക് സജനയുടെ ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞ് ഏൽപ്പിച്ചു. അത് വേണം, ഇത് വേണം, ഇത് കളയല്ലേ എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ്റെ ഒരു എന്തൂസിയാസം ഞാൻ കണ്ടപ്പോഴേ. സജന ചിലപ്പോൾ മറന്നു പോയാലോ എന്നുള്ളൊരു അദ്ദേഹത്തിന് ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആ പിതാവിന്റെ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോഴേ എന്റെ മനസ്സൊന്ന് തൊട്ടു കേട്ടോ. അതായത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കളുണ്ട്. അതിലെനിക്ക് സൈമനെ കുറിച്ച് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മളൊരു ആമുഖത്തിൽ അത് പറഞ്ഞിട്ട് അതൊരു ഗുരുത്വം കൂടിയല്ലേ? കഴിവും കൂടി ഉണ്ട്. സജനയുടെ കഴിവ് കാണാൻ പോകുന്നതേ ഉള്ളൂ. അതെ, നമുക്ക് തുടങ്ങാം. വെടിക്കെട്ട് പുരയിലോട്ട് തീ കൊളുത്താൻ പോവാണ്. ആദ്യം നമുക്ക് മിമിക്രിയിൽ ആരെയായിരിക്കും അവതരിപ്പിക്കാം? നമുക്ക് ഭാവന തുടങ്ങാം. ശരി, എവിടെ ചെന്നാലും നമുക്ക് ഫസ്റ്റ് ഭാവനയാണ് തുടങ്ങുന്നത്. നല്ല ഭാവന കൂടി ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. തുടങ്ങാം. എല്ലാവർക്കും എന്റെ നമസ്കാരം കേട്ടോ. ഞാൻ ഭാവനയാണ്. ഞാൻ കമൽ സാറിന്റെ നമ്മളെന്ന ഫിലിമിലോട്ട് ആദ്യമായിട്ട് വന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കേട്ടോ ഇങ്ങനെ അഭിനയിക്ക. ഒന്നറിയില്ലായിരുന്നു. ഇപ്പൊ കമൽ സാർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇത്ര വരെ എത്തി. എനിക്ക് ഭയങ്കര സന്തോഷായി. ഞാൻ നിങ്ങൾ കൊണ്ട് എന്റെ സിനിമയിലെ ഡയലോഗ് അറിയാം. ഹണീബി എന്ന സിനിമയിലെ ഡസബാനെ
എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാണ്ട്. നിനക്കെന്നെ ഇഷ്ടമാണോ? ചിലപ്പോഴൊക്കെ നിന്റെ നോട്ടത്തിലും ഭാവത്തിലും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്, എന്തൊരു സ്പാർക്കുള്ളത് പോലെ. നീ എക്സ്പ്ലെയിൻ ചെയ്യുന്നും വേണ്ട, പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല. അപ്പം നിനക്കൊന്നുമില്ല, ഞാൻ ടെൻഷൻ ഫ്രീ. വാ. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഭാവനെ ഒന്ന് നേരിട്ട് കാണണം. ആ ആഗ്രഹം എനിക്ക് മാറി. എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, എന്റെയും ആഗ്രഹമാണ്. എനിക്കൊന്ന് പുലർകാലത്തിലൂടെ ഭാവന ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരു പക്ഷേ സജനെ കാണാൻ വരുമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയ. തീർച്ചയായിട്ടും വളരെ നന്നായിരുന്നു, ഒരു കുറ്റം പോലും പറയാനില്ലാത്ത അത്രയും നന്നായിട്ട് അനുകരിച്ചു. താങ്ക് യു. മിമിക്രി എന്ന് പറയുമ്പോൾ റീപ്രൊഡക്ഷൻ ഓഫ് വോയിസ് ആണ്, പക്ഷെ വളരെ 100%. 100%. അത് പെൺകുട്ടി, അതാ ഞാൻ പറഞ്ഞു, പെൺകുട്ടികളിൽ എക്സൽ ചെയ്യുന്നത് വളരെ കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. മമ്മൂട്ടി മോഹൻലാലും കാണിക്കുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. വെരി ഗുഡ് മാ. ഇനി കാവ്യ മാധവൻ. ഇതെന്തൊരാൾക്കാരാ ഇവിടെ ഇരിക്കുന്നേ. സത്യം പറഞ്ഞ ഞാനൊക്കെ സിനിമയിൽ വന്നത് തന്നെ എൻ്റെ ഒരു ഭാഗ്യാണ്. നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സിനിമയിൽ യാഥാർത്ഥ്യമാവുന്നത്. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ പഴയ കാവ്യനാണ് കേട്ടോ, അതിൽ യാതൊരു മാറ്റമില്ല. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതില് കറക്ഷൻ ഒക്കെ പറഞ്ഞു തരുന്നത് ബ്രദർ തന്നെയാണോ, അതോ വീട്ടിൽ എല്ലാവരും പങ്കുകൊള്ളു? ഫസ്റ്റ് എടുത്തപ്പോ ഭാവനെ എടുത്തല്ലോ, അപ്പൊ ആ ഒരു എടുക്കാനായിട്ടുള്ള ഒരു ഇത് പറഞ്ഞത് എന്റെ സൗണ്ടിൽ കിടപ്പേണ്ടതാണ് പറഞ്ഞത്. ഈ ഭാവനയുടെ വോയിസ് ബ്രദറെ സമ്മതിക്കണല്ലോ, ഭാവനയുടെ ശബ്ദം ഉണ്ട് എവിടെയോ കിടപ്പുണ്ട്. എന്നാൽ അതിനെ തിരിച്ചറിയുന്നത് ഒരു വലിയ അനുഗ്രഹം. ഗുരു എന്ന് പറയുന്നത് ബ്രദർ തന്നെയാണ്. തീർച്ചയായിട്ടും. മൂന്നാമത് നമുക്ക് ഇനി ആരെ കാണാം? സോന നായർ. സോനൊന്നും ആരും അവതരിപ്പിച്ച് കണ്ടിട്ടില്ല അല്ലേ? സോന നായർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളൂ. താരങ്ങളെ അനുകരിക്കുമ്പോൾ അവർ വലിയ താരങ്ങളാവണമെന്നുള്ളതാണ് അല്ലേ? അതെ അതെ. സോന നായർ. ഇവിടെ എല്ലാവരും തമാശക്കാരാ, എനിക്ക് വയ്യ. അമ്മ തമാശ പറഞ്ഞ് നാവും അയലോട്ട് ഇട്ടുള്ളൂ, അപ്പോഴേക്ക് അടുത്ത തമാശ. എടാ സുന്ദര, ഇതേപോലത്തെ സാരി രാധാമണിക്ക് മേടിച്ചു കൊടുക്കടാ. പൊട്ട വണ്ടി കൊണ്ടക്കള, എന്റെ കാലം പോയി. ഞാൻ രാധാമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കും? അല്ല, ഏപ്രിൽ ഫുളിക്ക് ഇപ്പൊ മാർച്ചിലേക്ക് ആക്കിയോ? മാർച്ചിലോട്ട് ആക്കിയിട്ടില്ല, ഇപ്പോൾ തന്നെയാണ്. നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം. ചെറിയ ബ്രേക്ക്. വെൽക്കം ആഫ്റ്റർ ദാറ്റ് ബ്രേക്ക്. സോന നായരിന് ഇത്രയും മനോഹരമായിട്ട് സോന നായർക്ക് ഡേറ്റ് ആ വെള്ളി വോയിസ് ഇല്ലേ, അതെ അതെ. ഒരു പ്രോഗ്രാമിന് പോയപ്പോ സോന നായർ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ കണ്ടു, മോളെ എന്റെ ഭാര്യയുടെ വോയിസ് കൊണ്ട് പറയല്ല, സെറ്റപ്പ് ആയിരുന്നു, സൂപ്പർ എന്നെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സോന. അതെ അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സിനിമാ നടികളോടൊപ്പം തന്നെ അവതാരകരും താരങ്ങളാണ് അല്ലെ? ആ ശ്രേണിയിൽ ആരെങ്കിലും? നമ്മുടെ രഞ്ജിനി ഹരിദാസ്. വെരി ഗുഡ്. ഞങ്ങൾ ഗസ്റ്റ് ആയിട്ട് വിളിക്കണം എന്ന് വിചാരിച്ചാ, കുറഞ്ഞ പക്ഷം നമുക്ക് മിമിക്രിയിലൂടെങ്കിലും ഒന്ന് കാണാം. രഞ്ജിനി ഹരിദാസ്. ഇപ്പോൾ നമ്മൾ കേട്ടത് സുകേഷ് കുട്ടന്റെ പാട്ടായിരുന്നു. സുകേഷ് കുട്ടന് കിട്ടിയ മാർക്ക് 75/100. സുകേഷ് കുട്ടന്റെ പാട്ടോടെ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നാളെ രാത്രി വീടും കാണുന്നവരെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 6 സൈനിങ് ഔട്ട്. അപ്പൊ അത്ര ശ്രദ്ധയോടെ എല്ലാം കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അതെ, ടിവിയിൽ കണ്ടിട്ടാണ് ഇങ്ങനെ പഠിച്ചത്. അല്ലാതെ റെക്കോർഡ് ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും കാണുന്ന അങ്ങനെയൊന്നും ഇല്ല? ഇല്ല, ടിവിയിൽ കണ്ട് ഇങ്ങനെ ഓരോ ശബ്ദം എടുത്ത് അങ്ങനെ ചേട്ടൻ പറഞ്ഞ അത് എടുക്ക്, ഭാവന എടുക്ക്, കാവ്യമാധൻ എടുക്ക്, അങ്ങനെ ഓരോന്ന് ട്രൈ ചെയ്തു കാണും. അപ്പൊ ആ ഒരു ക്ലിയർ ആക്കാനായിട്ട്, വോയിസ് അതേപോലെ ആക്കാനായിട്ട്. ആദ്യത്തെ ഒരു വേദി എവിടെയായിരുന്നു മോളുടെ? ആദ്യത്തെ വേദി എന്റെ പള്ളിയിലാണ്, ചെട്ടിക്കാട് പള്ളിയിലാണ്. എന്റെ ചേട്ടൻ തന്നെയാണ് എന്നെ ഫസ്റ്റ് ടൈം അത് സ്റ്റേജിലേക്ക്. പിന്നെ തീർച്ചയായും നാട്ടുകാര് തന്നെ ഒരുപാട് ക്ലാപ്സ് അതൊരു വലിയ ആവശ്യമല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ അറിയപ്പെടുക, അംഗീകരിക്കപ്പെടുക എന്നുള്ള ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? അന്ന് ഏതൊക്കെ ആർട്ടിസ്റ്റ് ആയിരിക്കും അവതരിപ്പിച്ചത്? അന്ന് ഭാവന ഇതേപോലെ തന്നെ ഞാൻ കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭാവനയും കാവ്യമാധവൻ, ഭാമ, ആ ആർട്ടിസ്റ്റുകളാണ് ഞാൻ തുടങ്ങിയത്. ഭാമ കേട്ടില്ല അല്ലേ? ഭാമയിലോട്ട് വരാം. അതെ, രാജന്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ആണോ? മലയാള സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള നടി ഇത് ഇവർ ഭാഗ്യരൻ സിനിമയിലെ വിവേക് സോയിൻ ചെറുതായതാ എന്നൊന്ന് തല്ലിങ്. എനിക്ക് ഇത്ര ദേഷ്യം വല്ലായിരുന്നു. ആ ഫ്രണ്ട് തടഞ്ഞപ്പോ അവിടെ ഞാനും ചെറുതായി. കണ്ടോ,
ഇതാ ഞാൻ പറഞ്ഞത്, വിവേകിന് മെച്ചൂരിറ്റി ഇല്ലാന്ന്. 10-25 രൂപക്ക് പച്ചക്കറി വാങ്ങേണ്ട അടുത്ത് 100 രൂപയുടെ പച്ചക്കറി വാങ്ങാ. ട്രീസ, ഇന്നലത്തെ ഡെലീഷ്യസ് ഉഗ്രനായിരുന്നു കേട്ടോ. എനിക്ക് അതിന്റെ കണ്ടീഷൻസ് ഒന്ന് പറഞ്ഞു തരോ? വിവേകിന് ടൈം ആയില്ലേ, പോയിക്കോളൂ. ട്രീസ, എനിക്ക് അടുക്കള കുറച്ച് പണിയുണ്ടേ, നമുക്ക് പിന്നെ കാണാം. ബൈ. കണ്ടതുപോലൊരു പ്രതീതി അല്ലേ? എല്ലാത്തിലും ഒരു എക്സലന്റ്, ഒരു ഒന്നിലും നമുക്ക് താഴേന്ന് പറയാനില്ല. അതെ അതെ. എവറിത്തിങ് ഒന്നിനൊന്നിന് മെച്ചമാണ്. മോളെ, ചെറിയ കുട്ടികളുടെ ശബ്ദമൊക്കെ അനുകരിക്കും. ചെറിയ കുട്ടികൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർത്തത്. ഒരു കുട്ടിയുടെ വോയിസ് ഇപ്പൊ എല്ലാവരും യൂട്യൂബിലൊക്കെ ഹിറ്റാണ് ആ വോയിസ്. അപ്പൊ ആ കുട്ടി ഒരു ബൈബിളിൽ ആദത്തിന്റെ ഹവയുടെ കഥ പറയാണ്. എന്ത് മനോഹരമായിട്ടാ പറയുന്നത്. അത് ഞാൻ പറയാൻ ശ്രമിക്കാം കേട്ടോ. അതിനെ അനുകരിക്കും. അനുകരിക്കും. പ്രിയ കൂട്ടുകാരെ, എന്റെ പേര് ജോന മരിയ. നിങ്ങൾ ആദത്തിന്റെ ഹവയുടെയും കഥ കേട്ടിട്ടുണ്ടാ? അവരവിടെ താമസിച്ചെന്നറിയോ? ഏടൻതോട്ടത്തിൽ. ഏടൻതോട്ടത്തിൽ നട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ കഴിക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഒരു ദിവസം പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ട് ഹവോട് ചോദിച്ചു, സുഖാനാ, ഒറ്റക്കാനാ, ആടോടെ പോയി എല്ലാം കഴിച്ചൂടെ? അപ്പൊ ഹവ പറഞ്ഞു, ഞങ്ങൾ എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. ഞാൻ നടുവിലത്തെ ഫ്രൂട്ട്സ് കഴിച്ചു നോക്കിണ്ടാ, എന്ത് ടേസ്റ്റാന്നറിയോ? അയ്യോ, അത് കഴിക്കാൻ പാടില്ല. ജയം പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ പാടില്ലെന്നു. അത് കഴിച്ച് ഞങ്ങൾ മരിച്ചു പോകും. അത് സാരമില്ല, അത് കയ്യിലൊന്ന് വെച്ച് തൊട്ട് നോക്ക്. കഴിക്കാൻ തന്നെയല്ലേ പറഞ്ഞുള്ളൂ, ഒന്ന് തൊട്ട് നോക്കിക്കൂടെ? ഹവ തൊട്ട് നോക്കി. അത് കഴിച്ചാൽ എന്ത് ടേസ്റ്റാന്നറിയോ? ഹവ കറുമുറി എന്ന് വെച്ച് പകുതിയും കഴിച്ചു, ആദത്തിനും കൊടുത്തു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പാമ്പ് പറ്റിച്ചു. വൈകിട്ട് ദൈവം അതുവഴി വന്നു. എന്നിട്ട് ഹവോട് ചോദിച്ചു, ഞാൻ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കഴിച്ചോ? അപ്പൊ ഹവ പറഞ്ഞു, പാമ്പ് പറ്റിച്ചു. അപ്പോ അവരോട് ദൈവം പറഞ്ഞു, ഹവ്വ, നീ പ്രസവിക്കുമ്പോ ഭയങ്കര വേനായിരിക്കും. ആദ്യത്തോട് പറഞ്ഞു, നീ മഞ്ഞില് വിത്തൊക്കെ ഇട്ടിട്ട് വേർത്തിട്ട് ജോലി ചെയ്യണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങളും പിശാച് പറഞ്ഞൊക്കെ നിങ്ങൾ പെടരുത്. പിശാച് പറഞ്ഞ് കേട്ടാൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ കുഞ്ഞു കുഞ്ഞു കുറുമ്പ് പോലും കാണിക്കാതെ ഞങ്ങളെ നല്ല മക്കളായി ജീവിക്കാൻ അനുഗ്രഹിച്ചനേ. കുത്തിലെ സൗണ്ട് നല്ല നല്ല സൂപ്പറായിരിക്കുന്നു. ദൈവം പോലും കുത്തിയായിട്ടാണ് വന്നു കൊടുത്തത്. അതെ അതെ, തീർച്ചയായിട്ടും. അത് നമുക്ക് കേൾക്കുമ്പോ തന്നെ ഒരു സ്വീറ്റ്നെസ്സോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനകത്തൊരു ഒറ്റ സീനാണ്. ഞാൻ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിഷ്വലിൽ കണ്ടു. ആ പാമ്പ് വന്നിട്ട് എന്തോ ചോദിക്കുമല്ലോ, എന്താ കഴിക്കാനായിട്ട് അല്ല, എന്തോ ഒരു കാര്യം ചോദിക്കുമല്ലോ, എന്തൊക്കെയുണ്ട് ഇഷ്ടം, സുഖമാണോ, സുഖമാണോ, ഒറ്റയ്ക്കാനാ, പോയി. അത് സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാം കഴിച്ചാ ഫ്രൂട്ട്സ്? നടുവിലേറ്റ ഫ്രൂട്ട്സ് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്ന് തൊട്ട് നോക്കണേ, നല്ല ടേസ്റ്റാണ്. പാമ്പുകൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയാലൊന്നും ആലോചിച്ചു. അങ്ങനെയല്ല, ആ ചെറിയ കുട്ടി ഭാവനയിൽ ഇത്രയും നല്ലൊരു കഥ പറഞ്ഞ് അല്ലേ, അതിനെ റീപ്രൊഡ്യൂസും ചെയ്തതാ അവിടെയാണ്. ഇതേ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ പ്രീമിയർ സ്റ്റേജ് ആണ്. അപ്പൊ വെരി ഗുഡ്. ഇനി നമ്മുടെ നവ്യ നായർ, നന്ദനം ചിത്രത്തില്. എന്റെ കൃഷ്ണ, ഞാൻ എന്തേ കാണേ? സ്വപ്നം കാണേ? ഏതായി സ്വപ്നത്തിൽ വന്ന ചൊങ്കൻ ചെക്കൻ ഇപ്പന്റെ കൺമുമ്പിൽ വന്നിരിക്കണു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. എന്ത് പറഞ്ഞാലുണ്ടൊരു കള്ളച്ചിരി നോട്ടം. പാചകക്കാരനാണല്ലേ ഇയാള്. കലവറയിലെ കാര്യം മാത്രം നോക്കിയാൽ മതി. കല്യാണ വീട്ടിലെ കാര്യസ്ഥൻ ആകാൻ നോക്കണ്ട. പൊട്ടി ദിഹണ്ടക്കാര. ആ ഒരു സിനിമ നമ്മൾ ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, ഒരിക്കലും മറക്കാത്തൊരു ചിത്രം. പ്രത്യേകിച്ച് നവ്യയുടെ ആ ക്യാരക്ടറും കൂടി. ബാലാമണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലേ. വളരെ നന്നായിരുന്നു കേട്ടോ മോളെ. മീര ജാസ്മിനെ ചെയ്യാറുണ്ടോ? മീര ജാസ്മിന്റെ ഞാൻ ചെയ്യും. ഏത് സിനിമയിലാണ്? അതോ അത് നമ്മുടെ ഈ സൂത്രധാരൻ എന്ന് പറയുന്ന സിനിമയിലാണ്. റാണി മിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് എപ്പോഴും പറയും. അയ്യോ, റാണിയമ്മ ഇതൊന്നും ആരോടും പറയരുതെന്നാ പറഞ്ഞത്. ആരോടും പറയരുത് കേട്ടോ. അയ്യേ മണ്ടി. കണ്ടില്ലേ ചട്ടയും മുണ്ടും. സാജൻ പഠിക്കണം,
സാധനം പഠിച്ച് വലിയൊരു കളക്ടർ ആവണം. അതല്ലേ അമ്മാമ്മച്ചിയുടെയൊക്കെ ആഗ്രഹം. ഒരു ബാസ് സ്റ്റോണും യു റീപ്രൊഡ്യൂസ് ഇറ്റ് വെരി വെൽ കേട്ടോ. വേറെ എന്തൊക്കെ കഴിവുകളുണ്ട് മിമിക്രി അല്ലാണ്ട്? പിന്നെ പാട്ട് പാടും, പിന്നെ ഡാൻസ് കളിക്കും. അങ്ങനെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ മോള്? ഇല്ല, എല്ലാം ടിവിയിൽ കണ്ടിട്ടാ ചെയ്യുന്നത്. സിനിമാറ്റിക് ഡാൻസ് ഒക്കെയാണോ? അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. ഇന്ന് മൈൻഡിൻ്റെ ഒരു പവറാണ്, മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ടോപ്പിക്. അതെ, ഒരുപാട് ടിപ്സ് നമ്മൾ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വളരെ കൃതിക അയച്ച ഒരു നല്ലൊരു മെസ്സേജാണ്. ചാലഞ്ച് യുവർ സെൽഫ്, ലേൺ എ ന്യൂ സ്കിൽ, ടേക്ക് ഇൻ എ ന്യൂ ചാലഞ്ച്. ലേണിംഗ് ഇംപ്രൂവ്സ് യുവർ മെൻ്റൽ ഫിറ്റ്നസ്. ഇറ്റ് ഗിവ്സ് യു എ സെൻസ് ഓഫ് പ്രോഗ്രസ് ആൻഡ് അച്ചീവ്മെൻറ്റ്. വളരെ ശരിയാണ്. ചില വ്യക്തികളൊക്കെ എന്നുമേ പഠിക്കുന്നത് കാണാം. ചിലർ സംഗീതം പഠിക്കും, ചിലർ ഭാഷ പഠിക്കും, ചിലർ കരാട്ടെ പഠിക്കാൻ പോകും, ഇല്ലേ? അങ്ങനെ ഡാൻസ് പഠിക്കാൻ പോകാറുണ്ട്. ഇതിനൊന്നും ഒരു പ്രായം ഒരു വിഷയമല്ല, മനസ്സ് മാത്രമാണ് ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പം ചെറിയ കുട്ടികളെ നമ്മളിതെല്ലാം ചെയ്യിക്കാറുണ്ട്. പക്ഷെ ഒരു ഏജ് കഴിഞ്ഞാൽ എല്ലാവരും ഒതുങ്ങാനുള്ളൊരു ശ്രമം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഒരു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവണ്ട, എൻ്റർപ്രൈസിങ് ആവാം ഏത് പ്രായത്തിലും. മനസ്സുണ്ടായാൽ മതി. വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തയ്യൽ പഠിക്കാൻ പോവാം, അല്ലേ? ഡ്രോയിങ് പഠിക്കാൻ പോവാം. നമ്മുടെ ക്ലാസ്സിൽ വരുന്ന അഡ്മിഷൻസ് എല്ലാവരും ചോദിക്കാറുണ്ട്. ആവശ്യമില്ല, ബിക്കോസ് ഏജ് ഒരു റെസ്ട്രിക്ഷനേ അല്ല ഒന്നിനും. ശരിക്കും 45-ലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗവൺമെന്റ് ജോലിയിൽ മാത്രമാണ് റിട്ടയർമെന്റ് 55 എന്ന് വെച്ചിരിക്കുന്നത്. ലൈഫ് ഇറ്റ്സ് അപ് ടിൽ ദ ലാസ്റ്റ് മൊമെന്റ് യു ലിവ്. അതെ, അതിന് നിങ്ങളുടെ ടേസ്റ്റ് എന്താ നിങ്ങൾ മനസ്സിലാക്കുക. കുക്കറി ക്ലാസ് ആണെങ്കിൽ അതിന് പോവാ, ഡാൻസ് ആണെങ്കിൽ അതിന് പോവാ, പാട്ട് വേണോ, ഫിറ്റ്നസ് ആണോ, മ്യൂസിക് ആണോ, ഇൻസ്ട്രുമെന്റ്സ് ആണോ, ഷട്ടിൽ കളിക്കണോ, എന്ത് വേണമെങ്കിലും. ശരിക്കും എത്ര ഫാക്കൽറ്റീസ് ഉണ്ട്. പഴയ ഒരു കാലമേ അല്ല. ഒരു നല്ല ഫ്രീഡം നമ്മുടെ ഇന്ത്യക്കകത്തുണ്ട് എല്ലാത്തിനും. ചിലർക്ക് സ്പിരിച്വൽ സ്റ്റഡി ആയിരിക്കും, ചിലർക്ക് മതപഠനമായിരിക്കും. എന്തായാലും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നത്. നേരത്തെ ആ മെസ്സേജിൽ കണ്ടപോലെ ഒരു പ്രോഗ്രസ്, ഒരു അച്ചീവ്മെൻ്റൊക്കെ ബുദ്ധിപരമായിട്ട് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുക. പേഴ്സണലായിട്ട് ചോദിക്കുക അല്ല, എനിക്ക് ആ മിമിക്രിയുടെ ശകലം ഇങ്ങോട്ട് വന്നാണ്. വളരെ പേഴ്സണലായിട്ട് ചോദിക്കുകയാണ്, ഇതെങ്ങനെ ഈ മിമിക്രി എങ്ങനെ ഇത് ഇത്രയും ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കുന്നു? ഒരു 1-2 പേരൊക്കെ നമുക്ക് ചിലപ്പം സ്റ്റേജിൽ എപ്പോഴും സുരാജൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മാക്സിമം ഓരോ സാധാരണ മിമിക്രി താരങ്ങൾ ഒരാളെ 2 പേര് മാക്സിമം. ഇപ്പൊ മോൾ ഒരുപാട് എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇത് തുടങ്ങിയത് 10ാം ക്ലാസ്സിൽ വെച്ചാണ്. പക്ഷെ അത് അന്ന് ഇതായില്ല, ഇത്രത്തോളം എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പഠിച്ചത് പ്രൈവറ്റ് കോളേജുകളിലാണ്. അപ്പൊ അങ്ങനെ ആ തലത്തിൽ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ പള്ളി വകയായിട്ട് പോയിട്ടുണ്ട്, KCYM-ന്റെ പരിപാടിയില്, രൂപത തലത്തില്, അങ്ങനെയൊക്കെ പോയിട്ട് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. ഇതൊരു പ്രൊഫഷനായിട്ട് തന്നെ എടുക്കാൻ തീരുമാനിച്ചൊരു ഇതാണോ? അതെ, തീർച്ചയായിട്ടും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് തന്നെ പഠിത്തം പഠിക്കുന്നുണ്ട്? രണ്ടും ഉണ്ട്. എനിക്ക് പഠിത്തവും വേണം, അതിന്റെ ഒപ്പം തന്നെ. അല്ല, ഞാൻ ചോദിക്കുന്നത് പഠിച്ചൊരു ഉദ്യോഗസ്ഥയൊക്കെ ആകാനാണോ താല്പര്യം, അതോ കലാകാരിയായിട്ട് തന്നെ നിൽക്കാനാണോ ഇഷ്ടം? ദൈവം എന്നെ ഏതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കണത് ആ വഴിയിലൂടെ ഞാൻ പോകും. ഈശ്വരൻ അനുഗ്രഹിച്ച വഴിയിൽ കൂടെ പോകുന്നുള്ളതാണ് തീർച്ചയായിട്ടും. അത് പള്ളിയിലല്ലേ അരങ്ങേറി. ഇപ്പൊ നാളെ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അല്ലേ? അങ്ങനെയല്ല മോളെ, നമ്മൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾക്ക് അത് ശരിയാണ് മാഡം പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്നതാവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പം നിങ്ങളെ ഓരോ എടുത്ത പെയിനും ഒരു വലിയ സ്റ്റേജിൽ കരഘോഷമായിട്ട് കിട്ടുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവനും സൈമൺ അമ്മച്ചിക്കും ബ്രദർക്കും എല്ലാവർക്കും കൂടി ഉള്ളത്, ഒരു കുടുംബത്തിന് മുഴുവൻ. അപ്പച്ചന്റെ ആ ഒരു സ്പിരിറ്റ് ഭയങ്കര കേട്ടോ. ഞാൻ എവിടെ പോയാലും പരിപാടിക്ക് പോയാലും അപ്പച്ചനാണ് ഇങ്ങനെ കൂടുതൽ, എന്നെക്കാൾ കൂടുതൽ എന്ന് പറയാം താല്പര്യം. ഭയങ്കര എനിക്ക് തോന്നുന്നു എല്ലാ മാതാപിതാക്കൾക്കും അവർക്ക് ആകാൻ പറ്റാത്ത നല്ല കാര്യങ്ങളൊക്കെ അവരുടെ മക്കളിലൂടെ സാക്ഷാത്കരിച്ച് കാണണമെന്ന് ആഗ്രഹിക്കും. One thing I will tell you, I have never seen such a talented girl in front of. ഈ പിള്ളേർക്കാലത്തിൽ ഈ പ്രായത്തിലൊരു കുട്ടിക്ക്
ഇത്രയും ടാലന്റ് നമ്മൾ പ്രതീക്ഷിച്ചു. പ്രൊഫഷണലിസം ഉണ്ട് മോക്ക് ചെയ്യുന്നതിൽ. ഒരുപാട് കലാകാരികൾ ഇവിടെ വരാറുണ്ട്, പക്ഷെ വളരെ പ്രൊഫഷണൽ ആയി ചെയ്യുന്നത്. എനിക്കൊന്ന് ട്രൂപ്പിലൊക്കെ പോയാൽ ഈ ആൺകുട്ടികളോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ടാലന്റ് ഉണ്ട്. അങ്ങനെ ആ ട്രൂപ്പിലൊക്കെ പോയി ചെയ്തിട്ടുണ്ടോ? നാട്ടില് ട്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാ ബ്രദറിന്റെ ട്രൂപ്പോ? അതായത് അവിടെ തന്നെ പ്രോഗ്രാം ചെയ്യണത്. ആദ്യം ട്രൂപ്പ് എന്ന് വെച്ചാൽ അവിടുത്തെ ചേട്ടന്മാര്, അതായത് ഞങ്ങളുടെ നാടിൽ മാലിങ്കരി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ചേട്ടന്മാരുണ്ട്. കൊച്ചിൻ ഫ്ലൈയിങ് ബേർഡ്സ് എന്നാണ് ട്രൂപ്പിന്റെ പേര്. അപ്പൊ അവിടുത്തെ ചേട്ടന്മാർ എൻ്റെ ചേട്ടനോട് ചോദിച്ചു, നമുക്കൊരു ട്രൂപ്പ് ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ചേട്ടനോട് വന്ന് പറഞ്ഞു. ചേട്ടൻ്റെ ഞങ്ങളുടെ പള്ളിയിലത്തെ പ്രോഗ്രാം കണ്ടിട്ടാണ് ഇവർ പറയുന്നത് നമുക്ക് ട്രൂപ്പ് ഉണ്ടാക്കാന്ന്. അങ്ങനെ ഞങ്ങൾ ട്രൂപ്പ് ഉണ്ടാക്കി, പേരിട്ടു. അപ്പൊ എൻ്റെ ചേട്ടൻ എന്നോട് വന്ന് ചോദിച്ചു, കൊച്ചിൻ ഫ്ലൈയിങ് ബേർഡ്സ്. അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നോട് വന്ന് ചേട്ടൻ ചോദിക്കാം, എടാ നമുക്ക് ട്രൂപ്പിൽ ചേർന്നാലോ, നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങളിലും പള്ളികളിലും നമുക്ക് പരിപാടി അവതരിപ്പിക്കാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ചേർന്നു. അങ്ങനെ ഒരുപാട് പ്രോഗ്രാം കിട്ടി, നാട്ടിൽ തന്നെ ചെയ്തു. നാട്ടിലെ താരമാണ്, രാജ്യത്തിലെ താരമായിട്ട് മാറണം. ഇപ്പോഴുണ്ട് ഓരോ ഉത്സവങ്ങൾ വരുമ്പോ. അതെ അതെ, ഉത്സവങ്ങളൊക്കെ വരുമ്പോ, പെരുന്നാൾ വരുമ്പോ സ്കിറ്റൊക്കെ ചെയ്യാറുണ്ടോ? സ്കിറ്റിലും ചെയ്യാറുണ്ട്. ഔട്ട്സൈഡിൽ നിന്ന് കോൾസ് ഒക്കെ വരുന്നുണ്ടോ? ഇന്ത്യക്ക് പുറത്തുനിന്ന്? അങ്ങനെ വന്നിട്ടില്ല. എന്റെ പ്രിൻസിപ്പളിനോട് വിളിച്ചു പറഞ്ഞു. എന്റെ പ്രോഗ്രാം കണ്ടത് എന്റെ കോളേജിലെ പ്രിൻസിപ്പളിനെ പുറത്തുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞു. ആ കുട്ടി, ഞാൻ കോളേജിന്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടി, എടാ നിന്റെ കോളേജിലെ കുട്ടിയാണോ, എന്ത് സൂപ്പറായിട്ട് പ്രോഗ്രാം ചെയ്തതെന്നൊക്കെ പറയാം. അപ്പൊ സാർ എന്നെ അഭിനന്ദിക്കുക. സാറും ഭയങ്കര സപ്പോർട്ടാ. ഈ പഠിക്കുന്ന സമയത്തെ കുട്ടികളായിട്ടുള്ള ഫ്രീ ടൈമിലൊക്കെ ഇതുപോലെ ആർട്ടിസ്റ്റ് ഒക്കെ അവര് പറയില്ല, തീർച്ചയായിട്ടും അങ്ങനെ പറയും. പിന്നെ ചെറിയ കുഞ്ഞു കുട്ടികൾ വന്ന് പറയും, ചേച്ചി ഭാവനൊന്ന് കാണിക്കോ എന്ന് പറയാം. ഫാൻസ് ഒക്കെ വന്ന് പറയും. അല്ല, ഇപ്പൊ മോള് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വലിയ പ്രായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സിനൊക്കെ വ്യത്യാസമേ വരുള്ളൂ ഭാവന മോള് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അല്ല, അതിന്റെ അകത്തൊക്കെ വരുള്ളായിരിക്കും. ഒത്തിരി പ്രായമുള്ളവരെയൊക്കെ കാണിച്ചിട്ടുണ്ടോ? അടൂർ ഭവാനി അമ്മ. കൊച്ചന്മാര് പ്രത്യേകം പറഞ്ഞയച്ചതാ, മറക്കല്ലേന്ന്. ഈ മാധവൻകുട്ടിക്കൊരൊറ്റ പേരുണ്ടല്ലോ, എന്തുവാ മക്കളെ, എന്തുവാ? ഇറ്റില മാധവൻകുട്ടി. കൊതിപ്പിച്ചല്ലോടി കൊച്ചേ, ചക്ക വീണെന്നാ ഞാൻ കരുതിയത്. അതേപോലെ തന്നെ വേറൊരു ക്യാരക്ടർ ഉണ്ട്, നാണിത്തള്ളാത്തവരുടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടനാണ്. പക്ഷെ നമ്മൾ കൂടുതലും സ്ത്രീ വേഷത്തിലാണ് അദ്ദേഹത്തിനെ കണ്ടേക്കണത്. ആദ്യം പറഞ്ഞു വേണ്ടത്, ഇപ്പൊ പറഞ്ഞു വേണ്ടതല്ല, മക്കള് കേക്കണോട്ടാ. ഞാൻ മര്യാദക്ക് തൊഴിലുറപ്പിന് പോകരുത്. അപ്പോഴാണ് നമ്മുടെ മടക്കല് ശാന്തമ്മില്ലേ, ശാന്തമ്മ എന്റെ മമ്മട്ട് ഓടിച്ചറിഞ്ഞത്. പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ എന്റെ പണി പോട്ടെ. അപ്പൊ കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ വരാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇങ്ങനെ വരുമെന്നൊന്നും ഒട്ടും പ്രതീക്ഷയില്ല. അവിടെ തൊഴിലുറപ്പിട്ടിട്ട് പോന്നേക്കെ ഞാൻ. ഇവിടെ പോട്ടെട്ടാ. വളരെ നന്നായിരുന്നു. ഈ പാട്ട് എന്ന് പറയുമ്പോ കഥാപ്രസംഗം നല്ല മൊണാക്ട് പോലെയൊക്കെ ചെയ്യും. മൊണാക്ട് അറിയാമോ? മൊണാക്ട് അറിയാം. എന്റെ അമ്മ പഠിപ്പിച്ചതാണ് മൊണാക്ട്. തീർച്ചയായിട്ടും അറിയാം. അപ്പൊ സാറേ ഇന്ന് ഞങ്ങക്ക് 2 പീരീഡ് ഫ്രീയാ, നമുക്ക് എന്തെങ്കിലും പരിപാടി നടത്തിയാലാ? എടി വാടി സുശീല, വാടി ഷീല, വാടി ജയഭാരതി, വാടി. നമസ്കാരം. ഞാൻ ഇന്ന് ഫസ്റ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞുകുട്ടിയുടെ പാട്ടാണ് കേട്ടോ. ഇന്ന് ഞാനൊരു കൈക്കുഞ്ഞ്, നാളെ ഞാനൊരു വിദ്യാർത്ഥി, ഇനി വരും തലമുറയിൽ മറന്നുപോയി താങ്ക് യു. അപ്പൊ ഇനി നമുക്ക് ഒരു ഡാൻസിലോട്ട് കിടക്കാം. പങ്ങലെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്ക. പങ്ങലെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനിക്ക. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചവടം പൊട്ടിയപ്പോ വട്ടായിപ്പോയി. അമ്മായി കൊച്ചമ്മായി മരുമോന്റെ പൊന്നമ്മായി, കച്ചവടം പൊട്ടിയപ്പോ വട്ടായിപ്പോയി. അങ്ങനെ വട്ടായി പോയിന്ന്. ഇനി നമുക്കൊരു സംഗീതം കേൾക്കാം. സാ രി
ഗ മ സരി ഗ മ പദ നി സ വെറുതിരി വല്യപ്പ. അങ്ങനെ ഞങ്ങളുടെ മോണറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാജർ എടുക്കാം. ഹാജർ എടുക്കാം. ഷീല പ്രസന്റ് സാർ. ജയൻ പ്രസന്റ് സാർ. ജീവനില്ലാത്തവരുടെ മാമൻ ശവം പ്രസന്റ് സാർ. നീ എന്താണ് ഇന്ന് കഴിച്ചത്? വടിച്ച സാമ്പാറും പൊടിച്ച ചപ്പാത്തിയും. അതാണോ നിന്റെ സൗണ്ട് ഇത്ര കട്ടിയില്ലാത്തത്? അയ്യോടാ, അതാ നീ അത് പോയി തിന്നു, വീണ്ടും തിന്നെ, ഒന്നും കൂടി ശക്തി ഉണ്ടാവട്ടെ. പോട്ടെ, ടാറ്റ. ഇനി ഉണ്ടായിരുന്നു കുറച്ചും കൂടി. ഇച്ചിരി വേദനയും കൂടി ഉണ്ടല്ലേ കുട്ടികൾ, പാവം. അതെ. ഇത് അമ്മ പഠിപ്പിച്ചപ്പോ അമ്മയുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു അമ്മ സ്വന്തമായിട്ട് ഇത് ഉണ്ടാക്കിയതാണ്. ഇങ്ങനത്തെ ഇതില് കുറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മൾ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞതാണ്. എനിക്കൊന്നാ ഒരു കല എന്ന് പറയുന്നതാണ്. ചിരിച്ചുകൊണ്ട് നമ്മൾ പലത് അവതരിപ്പിക്കുമ്പോഴും അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പരമാർത്ഥങ്ങൾ സൊസൈറ്റിയുടെ മുന്നിൽ നമ്മളിങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരു ചെറിയ വേദന ഉണ്ടാക്കി അല്ലെ? പൊരിച്ച ചപ്പാത്തി എന്നൊക്കെ പറയുമ്പോൾ പാവം കുട്ടികളല്ലേ, അങ്ങനെയൊക്കെ കുട്ടികൾ ഇപ്പോഴും ഉണ്ട് അല്ലേ? ഇപ്പൊ ഞാൻ പരിപാടി കഴിഞ്ഞു വരുമ്പോ തന്നെ ഇപ്പൊ ബസ് കയറാനായിട്ട് വൈറ്റില ജംഗ്ഷനിൽ നിൽക്കുമ്പോ തന്നെ ഇവിടെ കുറെ കുഞ്ഞു പിള്ളേരായാലും വലിയ ആൾക്കാരായാലും അവിടെ സൈഡിലേക്ക് ചാക്ക് വിരിച്ചിട്ടാ കിടക്കുന്ന റോട്ടിലൊക്കെ. അപ്പൊ പെട്ടെന്നൊരു മഴ വരിക, അപ്പൊ അവരുടെ നേത്തിങ്ങനെ അടിച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോണമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഒരു പെട്ടെന്ന് എനിക്ക് കണ്ടോ തന്നെ വിഷമമായി. നമുക്ക് അതാ ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ പറയാം. നാണിത്തള്ള ബ്രേക്ക് പറഞ്ഞാട്ടെ. അപ്പ ഞങ്ങളൊരു ബ്രേക്കിന് പോയിട്ട് വരാട്ടാ. ടാറ്റ. വെൽക്കം ബാക്ക്. നേരത്തെ പറഞ്ഞ പോലെ എന്താ കണ്ണുകൾ ഈറനണിഞ്ഞു അല്ലേ? അത് ഓർത്തപ്പോൾ എനിക്ക് തോന്നുന്നു ആ കുറച്ചെങ്കിലും ഒക്കെ നമ്മൾ ജീവിതത്തിൽ പ്രയാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ പ്രയാസം മനസ്സിലാവും അല്ലേ? ഒരു കലാകാരിക്ക് മാത്രമേ അത് ഇത്ര തീവ്രമായി ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ വിഷയമാവുകയും കൂടി ചെയ്യുകയാണ് അല്ലേ? അമ്മ ഈ ഒരു ഇതിവൃത്തം സെലക്ട് ചെയ്തപ്പം ആരും ഇടപെടലും ഉണ്ടായില്ലേ? അച്ഛൻ പറഞ്ഞില്ലേ ഇത് വേണം അത് വേണം, അല്ലെങ്കിൽ ബ്രദർ ഇന്നതെടുക്കാം അങ്ങനെ എടുക്കാം? ഒരു കൂട്ടായ്മയല്ലേ നിങ്ങളൊരു സൃഷ്ടി നടത്തുമ്പോൾ? തീർച്ചയായിട്ടും. ഇപ്പൊ വീട്ടിൽ നിന്ന് പരിപാടിക്ക് പറയണം തന്നെ, നീ അത് പറയണോട്ടോ, ഇത് പറയണോട്ടോ, നീ പാട്ട് പറയണോട്ടോ, എല്ലാരും മറക്കരുത്. എന്തൊക്കെയാണ് പറഞ്ഞു വിട്ടത് പറയണമെന്ന് പറഞ്ഞു? അതെന്ന് പറഞ്ഞത് നമ്മുടെ മൊണക്റ്റ് പറയണേ, മിമിക്രി പറയണേ, എല്ലാം പറയണോട്ടോ, അതൊന്നും മറക്കരുത്. എല്ലാരും കാണണല്ലേ നമ്മുടെ അവരുടെ അവതാരകരായ താര ചേച്ചിയുടെയും സാറിന്റെയും കൂടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുമ്പോ എല്ലാം പറഞ്ഞോളാം. ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ സമ്മാനം ഞാൻ തരും. എൻ്റെ പേരെന്താണ്? അതാ അറിയില്ല എന്നുള്ളത് കൊണ്ടാണ് പുള്ളി അത്രയും വലിയ പ്രജകൾ വാഴ്ത്തി പാടാറുണ്ട്. നിങ്ങളുടെ കർത്താവിനെ നിങ്ങൾ എന്ത് വിളിക്കും? യേശു, ദേവൻ. ദേവൻ. അപ്പൊ ഞാൻ രക്ഷയില്ല. 50 ലക്ഷം രൂപ വരെ എത്തി. 50 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ. നോക്കട്ടെ, എന്റെ പേര് ഏകദേശം വന്നതായിരുന്നു. ഒരു പ്രജകളിൽ ഒരാളെന്ത് ദൈവം പാവനെ കൊതിപ്പിക്കണ്ട. കിട്ടത്തില്ല. രാജ. ഞാൻ പറഞ്ഞു രാജ. രാജ. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ രാജ? അത് ഒരു സംശയത്തോടുകൂടി പറഞ്ഞു, നല്ല വൃത്തിയായിട്ട് പറയണ്ടേ. താര രാജ. രാജ താര. 1 കോടി പറ്റിക്കല്ലേട്ടോ. ആശ കൊടുക്കരുതല്ലേ, ആന കൊടുത്താൽ. ഇപ്പൊ നമ്മുടെ ഇത് സിനിമയിലെ നമ്മുടെ മീശ മാധവല്ലി വക്കീലായിട്ട് നമ്മുടെ വരെയാണല്ലോ സലിംകുമാർ പോക്കറ്റ് ഊതിയിട്ട് നന്ദി മാത്രല്ലേ ആദ്യമായിട്ടാണ് ഞാൻ അഡ്വക്കേറ്റ് പൂതടി കാണാൻ ലുക്കില്ലതുള്ളൂ. ഭയങ്കര ബുദ്ധിയാണ്, കാണാൻ ലുക്കില്ല, ഭയങ്കര ബുദ്ധിയാണ്. വേറെ ഏതൊക്കെ ക്യാരക്ടർ? മെയിൽ ആക്ടേഴ്സിനെ കാണിക്കാറ്? മെയിൽ ആക്ട്രസിന് കാണിക്കത്തില്ല. ഞാൻ വളരെ പ്രതീക്ഷയോടെ നോക്കി. മെയിൽ ആക്ടേഴ്സിന് കാണിക്കൂല. നല്ല കോമഡി. സിംഗേഴ്സിനെ അനുകരിക്കാറുണ്ട്. സിംഗേഴ്സ് എന്ന് വെച്ചാല് ഫീമെയിൽ സിംഗേഴ്സ് എന്നുവെച്ചാൽ രമ്യ നമ്പീശ നായികയുമാണ്, സൗണ്ടിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അത് അനുകരിക്കാം. എനിക്കൊരു സമാധാനത്തിന്. തീർച്ചയായിട്ടും. വിജന സുരഭി വാടികളിൽ അകലെ എവിടെ പോയി നീ
സജലമിഴികൾ തേടുകയായി ഹൃദയനാദാവരൂ വിരഹമിതറിയാൻ മാധവം മലരുകൾ തൂവിയ ശയ്യയിൽ പ്രണയ നിവേദ്യമിതേൽക്കുവാൻ പ്രിയനു പരിഭവമോ ആ പാട്ടില് മുഴുകിപ്പോയി. പിന്നെ മൈഥിലി മൈഥിലി രാജാട്ടൻ മിമിക്രി വന്നപ്പോ ഇങ്ങനെ അയലത്ത വീട്ടിലെ കല്യാണ ചെക്കന് കൊതിയാടയെന്നും ഞാൻ നോക്കിയില്ലേ അങ്ങാടി തെരുവിൽ പാതിരാമെത്തയിൽ തഞ്ചത്തിൽ എന്നെ നീ മയക്കിയില്ലേ ഇന്നെന്റെ ഹൃദയത്തിൻ പാലാഴിക്കടവിൽ പൊട്ടിയ വളകിലുക്കം ഓ വാവ്. ഇനി നമുക്കൊരു നായിക കൂടി ഉണ്ട് പാട്ട് പാടുന്നത്, ഭാമ. നന്നായി പാടുന്നൊരു ഭാമ. അതെ അതെ. ഓ മറ്റേ ഏത് ഫിലിമിലാ? അടടാ മഴടാ അടമഴടാ അഴക സിരിച്ച പുയൽ മഴടാ. പിന്നെ നമ്മുടെ വിജയലക്ഷ്മി എന്തോ ഇപ്പോഴത്തെ കാറ്റേ കാറ്റേ പാടി അതെ അതെ കാറ്റേ കാറ്റേ വിജയലക്ഷ്മി, വൈക്കം വിജയലക്ഷ്മി. സോറി, MS സുബ്രഹ്മണ്യൻ ഒരു പഴയ തലമുറ മേസ്റ്ററുമാണ് മ്യൂസിഷ്യൻ. വൈക്കം വിജയലക്ഷ്മി ഇന്ന് നിലവിലുള്ള ഒരു സിംഗറാണ്. അതെ തീർച്ചയായിട്ടും. ഒന്ന് എന്റെ അമ്മ. ഓ ഓക്കെ. അപ്പൊ അതിലെ കാറ്റേ കാറ്റേ എന്ന് പറയണത് അത് ഒരു വേറെ വോയിസ് ആണല്ലേ അവരുടെ? അതെ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കണം ആ വോയിസ് ഇപ്പോഴും. ആറ്റ് നോറ്റ് ഈ കാണാമരത്തിന് പൂവും കായും വന്നോ നീലത്തി വെയിലിൻ ചൂടിൽ താണു താണെ തൂവൽ വീശി നിന്നോ തൂവൽ വീശി നിന്നോ ആ ഇന്നലെ സൂപ്പർ. ഇന്റോനേഷൻ ഒക്കെ മലയാളത്തിന്റെ ഒരു ശൈലി അല്ലെ, പറയുന്ന ഒരു ശൈലി അല്ലെ. ഇങ്ങനെ ഒരു സൗണ്ടുള്ള ഒരു പഴയ ഗായിക ഉണ്ടായിരുന്നു, പീലീല. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും നിന്നിഴൽ മാത്രം വരും. ചെറിയ കറക്ഷൻ ഉണ്ട്, അത് പീലിയിലല്ല സുശീലാമ്മയാണ് പാടിയത്. സാരമില്ല, നമ്മൾക്ക് ആ പാട്ട് കേട്ടപ്പോൾ മനസ്സിലായല്ലോ. ചെറിയ കറക്ഷനുമായിട്ട് നമുക്ക് ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ചെറിയ ബ്രേക്ക്. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബിൽഡിംഗ് ടാക്സിനെ കുറിച്ചാണ്. അതും റെസിഡൻഷ്യൽ പർപ്പസിൽ വരുന്നതിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിൽ കമേഴ്ഷ്യൽ പർപ്പസിൽ വരുന്നത് വേറൊരു കാറ്റഗറി ഉണ്ട്. അതൊരു സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയം അല്ലാത്തത് കൊണ്ടാണത് പറയാത്തത്. എന്തായാലും 1/4/1974 ശേഷം പണിതീർത്തിട്ടുള്ള ബിൽഡിങ്സ്, അല്ലെങ്കിൽ അതിന് ശേഷം പുതുക്കിയിട്ടുള്ള ബിൽഡിങ്സ്, അല്ലെങ്കിൽ അതിന് ശേഷം എക്സ്റ്റൻഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ള ബിൽഡിങ്സ്, അവർ ബിൽഡിംഗ് ടാക്സ് കൊടുക്കണം. അത് 100 സ്ക്വയർ മീറ്ററിന് താഴെയാണെങ്കിൽ ടാക്സ് ഇല്ല, അതിന് മുകളിലാണെങ്കിൽ
പഞ്ചായത്തുകാർക്കാണെങ്കിൽ 1500 രൂപ ലൈഫ് ടൈമാണ്, ഒരിക്കൽ അടച്ചാൽ മതിയാകും. കോർപ്പറേഷനാണെങ്കിൽ 4050 രൂപ ഒരു പ്രാവശ്യം അടച്ചാൽ മതിയാകും. ഇത് വേരിയേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് 150-നും 200 സ്ക്വയർ ഫീറ്റിനും ഇടയ്ക്കുള്ളതാണെങ്കിൽ പഞ്ചായത്ത് ഏരിയയിൽ 3000 രൂപയും മുനിസിപ്പാലിറ്റി ഏരിയയിൽ 5400 രൂപയും കോർപ്പറേഷൻ ഏരിയയിലാണെങ്കിൽ 8100 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ഇനി ഇത് 200 സ്ക്വയർ ഫീറ്റിനും 250 സ്ക്വയർ ഫീറ്റിനും ഇടയ്ക്കുള്ളതാണെങ്കിൽ പഞ്ചായത്ത് ഏരിയയ്ക്ക് 6000 രൂപയും മുനിസിപ്പാലിറ്റി ഏരിയയ്ക്ക് 10,800-ഉം കോർപ്പറേഷൻ ഏരിയയ്ക്ക് 16,200-ഉമാണ് വരുന്നത്. എബവ് 250 ആണെങ്കിൽ പഞ്ചായത്ത് ഏരിയയ്ക്ക് 6,000 പ്ലസ് 1,200 വരും. മുനിസിപ്പാലിറ്റി ഏരിയ ആണെങ്കിൽ 10,800 പ്ലസ് 2,400 വരും. കോർപ്പറേഷൻ ആണെങ്കിൽ 16,200 പ്ലസ് 3,000 വരും. ഈ 3,000 പറയുന്നത് എവറി 10 മീറ്റർ പെർ സ്ക്വയറിന് 3000 രൂപ വെച്ച് കൂടി അടയ്ക്കേണ്ടി വരും. അപ്പം എബൌട്ട് 250 സ്ക്വയർ ഫീറ്റിൽ വരുന്നവർ എല്ലാ ബിൽഡിങ്സും ടാക്സബിൾ ആണ്. അതായത് ബേസിക് ടാക്സിൻ്റെ കൂടെ, ബേസിക് ടാക്സിൻ്റെ എമൗണ്ട് ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് ഏരിയയ്ക്ക് ഒരു റേറ്റാണ്, മുനിസിപ്പാലിറ്റിക്ക് ഒരു റേറ്റാണ്, കോർപ്പറേഷന് ഒരു റേറ്റാണ്. ഇതിന് എബവ് വരുമ്പോൾ ഓരോ 10 മീറ്റർ പെർ സ്ക്വയർ ഫീറ്റിനും 1200 രൂപ അഡീഷണൽ ആയിട്ട് കൂടി അടയ്ക്കണം. പഞ്ചായത്ത് ഏരിയ ആണെങ്കിൽ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 2400, അത് 10 മീറ്റർ പെർ സ്ക്വയർ ഫീറ്റ് വരും. കോർപ്പറേഷൻ ആണെങ്കിൽ 3000 10 മീറ്റർ പെർ സ്ക്വയർ ഫീറ്റ് വരും. അപ്പോൾ ഈ ബിൽഡിംഗ് ടാക്സ് കൂടി, നമ്മൾ നേരത്തെ ലാൻഡ് ടാക്സിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ബിൽഡിംഗ് ടാക്സ് എന്ന് പറയുന്നത് കെട്ടിടത്തിൻ്റെ കരമാണത്, അതും കൂടി അടയ്ക്കേണ്ടതുണ്ട്. വെൽക്കം ബാക്ക്. നമ്മുടെ മലയാള സിനിമയിൽ എൻ്റെ വളരെ ഫേവറേറ്റാണ് മമതയുടെ സൗണ്ട് സെല്ലിലോട് എന്ന ചിത്രത്തിലാണ്. ഇന്നു മുതൽ റോസമ്മ റോസിയല്ല, സരോജിനി അല്ലേ? സരോജിനി കാശുള്ള വീട്ടിലെ നായര പെണ്ണാണ്. ഭാസ്കര അണ്ണ, റോസമ്മ എവിടെ? റോസമ്മ എന്തെവിടെ ഇരിക്കുന്നത്? അകത്ത് വന്നിരി. കഞ്ഞാ കുടിക്കണത്, അകത്ത് ചോറിരിക്കണ്. ഇതൊന്നും ചെയ്യണ്ട, പെടവേൽ അയക്കാവും. റോസമ്മക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിച്ചോളൂ. മൈ ബോസിലാണെങ്കിൽ നിന്റെ വീട് നിന്റെ മുറി നിന്റെ കാട്ടില്, നീ പോയി കിടന്നു. അപ്പൊ നീ ഇതിനാണല്ലേ കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു. ഇഫ് യു ടച്ച് മീ ഐ വിൽ കിൽ യു. അത് പറയുമ്പോഴുള്ളൊരു എനർജി ഉണ്ടല്ലോ, അതാണ് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. ഇനി നമുക്കൊരു ആർട്ടിസ്റ്റിനൂടെ കാണണ്ടേ? വേറെ ആരായിരിക്കും? ഇവിടെ സെല്ലിലോടില് 2 കഥാപാത്രങ്ങള്. നീ കണ്ടിട്ടുണ്ടാ ഈ സിനിമാ പടം പിടിക്കണത്? കാച്ചേരിക്കടുത്ത് സിനിമാ പേര കണ്ടിട്ടുണ്ട്. അവിടെ 3 ചക്രത്തെ തറയിലും 7 ചക്രത്തിലെ കസേരകൾ എന്നാണ് ആളുകൾ പടങ്ങൾ കാണുന്നത്. ദൈവങ്ങളൊന്നു തന്നെ വറന്ന് മുഴുവൻ. അപ്പൻ്റെ കൂടെ കേട്ട് നമുക്ക് പോയി കണ്ടാലാ? അതിന് നമ്മുടെ ജാതിക്കാരൻ എൻ്റെ അടുത്ത് കേറ്റു. നീ സിനിമയിൽ നടിക്കാൻ പോണതല്ലേ, നിന്നെ കയറ്റുമായിരിക്കും. എങ്ങനെയായിരിക്കും സിനിമാ പടം പിടിക്കണത്? ഞാൻ ഇന്നലെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആലോചിച്ച്. കാക്കാരശ്ശിയിൽ നടിക്കണ പോലെ തന്നെയായിരിക്കും നടിക്കണേ ഇല്ലേ? സിനിമാ നടിയെ കാണാൻ ആള് കൊടുന്ന ചെല്ലണത്. മഹാറാണി തമ്പുരാട്ടി കാണാൻ വഴിബക്കിൽ ആൾ കാത്തു നിൽക്കണ പോലെ നിന്നെ കാണാൻ ഞാൻ നിൽക്കേണ്ടി വരുവേല. ഈ മലയാളക്കരയിലെ ആദ്യമായിട്ടൊരു സിനിമ പിടിക്കണത്, അതിൽ നടിച്ചാവണത് ഈ റോസമ്മയും. സിനിമാ നടിയാവണമെങ്കിൽ നല്ല ചന്തം വേണമെന്നല്ലേ കേട്ടിരിക്കണത്. മാലു ഏക്കത്ര ചന്തമുണ്ട്. അപ്പോൾ ആ പാട്ട് കേട്ടിന് വന്നത് ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ 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 ഏനോ ഏനോ നേനേനോ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇത് കാണുന്ന സംവിധായകരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ ഒരു കലാകാരിയുടെ ഒരു കഴിവാണ്. നമ്മൾ പറയുന്നതെല്ലാം അപ്പോൾ ഇങ്ങനെ സ്പോട്ടിലാണ് ചെയ്യുന്നത്. ഒരു ഇൻഹിബിഷൻ ഇല്ല. ഇവിടെ വരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് സംസാരിക്കാനും പാടാനും അവതരിപ്പിക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. എനിക്ക് യാതൊരു എഫേർട്ടും കൂടെ ഞാൻ പറയുന്നതിന് മുന്നേ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്ന മോൾക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹമുണ്ട് കേട്ടോ. ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. സത്യം, ഞങ്ങളിങ്ങനെ ഒരു വലിയ താരമായി മോളെ ഇവിടെ കൊണ്ടുവന്നിരുന്ന ആ പാട്ട് തന്നെ ഒന്ന് മാറ്റി പാടുന്നത് നന്നായിരിക്കും. കാരണം എസ് ഓർ നോ ഒരു ക്വസ്റ്റ്യൻ പോയി കഴിഞ്ഞാലേ
യെസ് ഓർ നോ ഏതെങ്കിലും ഒരെണ്ണം പറയണം. യെസ് ആണ് പറയുന്നുള്ള ആ നോ എന്നുള്ള പാട്ട് മാറ്റണം. എസ് ചേർത്താൽ സംഗീതജ്ഞന്മാർ അത് കേട്ടാൽ മാർക്ക് പോവില്ലേ? പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ അത് പറഞ്ഞത്. അഭിനയിക്കാനും നല്ലൊരു കഴിവുണ്ട്. ഈ മിമിക്രി പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ആ ഡയലോഗൊക്കെ പറഞ്ഞപ്പോ ആ സീൻ എനിക്ക് ഭയങ്കരമായിട്ട് റീപ്രൊഡ്യൂസ് പോലെ തോന്നി. അത് വലിയൊരു റിഹേഴ്സൽ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറയായിരുന്നു മോള് അല്ലേ? അതെ, ആ സെല്ലുലോയിഡിൽ അത് മോൾ എത്ര ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട് ആ ഡയലോഗൊക്കെ. അത് നമ്മള് ഇങ്ങനെ പറയുമ്പോ തന്നെ ഒരു മനസ്സിലൊരു അതേപോലെ തന്നെ ഒരു എനിക്കൊന്ന് മോക്ക് നല്ല കഥാപാത്രങ്ങൾ സിനിമയിലായാലും സീരിയലൊക്കെ ആണെങ്കിൽ ചെയ്യാൻ സാധിക്കും. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ഒരു ചെറിയ കുട്ടി വേണം, ഇന്ന് ടാലൻറ്റ് ചെയ്യാനായിട്ട് വരണം. ഇനി അടുത്ത പ്രാവശ്യം എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന പേര് സജ്ന സൈമൺ അല്ലേ? ഞാൻ മറക്കരുത് ഈശ്വര, സജ്ന സൈമൺ. ആർട്ടിസ്റ്റുകൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴേ കണ്ണില് ആരാ വരുന്നത്? ആ ആർട്ടിസ്റ്റിന്റെ ഫേസ് തന്നെയാണോ ഇങ്ങനെ വായിച്ചെടുത്താണോ പറയുന്നത്, അതോ മനസ്സിൽ വരും അവരുടെ ഫേസും ആ മാനറിസം? അതെ അതെ, ശബ്ദത്തിന്റെ രീതിയും മനസ്സിൽ വരും. അപ്പൊ അതിനോടനുസരിച്ച് ഇങ്ങനെ പറഞ്ഞാണ്. ഇപ്പൊ ഒരു പുതിയതായി വന്ന് ഇപ്പൊ ഹിറ്റായിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ആശ ശരത്. ആശയെ അവതരിപ്പിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ദൃശ്യത്തിലൊക്കെ ഭയങ്കര ഫേമസ് ആയി. അതെല്ലാരും കണ്ട പടവുമാണ്. അതായത് നല്ല സൂപ്പർ ഹിറ്റ് പടമാണ് ലാലേട്ടന്റെ. അപ്പൊ നമുക്ക് നോക്കാം. തന്നെക്കാരുടെ പോലീസുകാരനാക്കിയത് ചുമ്മാ അങ്ങനെ ഇങ്ങനെ വെറുതെ നടത്താനുള്ള പരിശോധന ഒന്നല്ലത്. അതിന് കൃത്യമായി കോടതി എടുത്തരു വേണം. ലുക്ക്, ഓഗസ്റ്റ് 2-3 ജോർജ് കുട്ടി ധ്യാനത്തിന് പോയിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് അയാൾ ഓഫീസിൽ കാണുമായിരുന്നില്ലേ? അവരുടെ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം എന്റെ മുമ്പിൽ എത്തണം. യു ഗെറ്റ് മീ? ഇനി തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട്, അതും പഠിക്കണം. അല്ല മോളുടെ ഒരു റേഞ്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ചെറുമിയെ കാണിച്ചപ്പോൾ അങ്ങനെ അല്ലേ, ആ ഓഫീസറെ പോലീസ് ഓഫീസറെ കാണിച്ചപ്പോൾ മോൾ ആകെ മാറി. ഒരു വയസ്സുതലയെ കാണിച്ചപ്പോൾ അങ്ങനെ ഒരു വെർസറ്റാലിറ്റിയാണ് ഈ കാണുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ടെലിവിഷനിലായാലും സിനിമയിലായാലും അറിയാത്ത കുട്ടികളെ കൊണ്ടുവന്ന് വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച്, ഭാഷ അറിയാത്ത കുട്ടികൾ അന്യദേശത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മലയാളികൾക്കിടയിൽ ഒരു താരമാക്കാനായിട്ട് പെടുന്ന പാട് കണ്ടിട്ടുണ്ട്. ഇതുപോലെ മുറ്റത്തെ മുല്ലകൾ എന്ത് മിടുക്കിയായിട്ടൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ എനിക്കാണ് അങ്ങനെ ഒരു അവസരം വന്നത്, ഞാൻ സത്യമായിട്ട് മോളെ കാസ്റ്റ് ചെയ്യുള്ളൂ. റിയൽ ആർട്ടിസ്റ്റ് ആണ്. വലിയ സന്തോഷം കേട്ടോ മോളെ കണ്ടതിൽ. സന്തോഷം. നാടൻ പാട്ടൊക്കെ പാടുവോ മോള്? നാടൻ പാട്ട് പാടും. ഈ ഡയലോഗ് നാടൻ പാട്ടിന്റെ രൂപത്തില് ചേട്ടനാണ് അത് മിക്സ് ആക്കി തന്നത്. സിനിമയിലെ ഡയലോഗ് നാടൻ പാട്ടിന്റെ രൂപത്തിൽ. എന്തൊക്കെ ക്രിയേഷനാണ്. അപ്പൊ ഇതിന്റെ ഈ ലാലേട്ടന്റെ സിനിമയില് ഇന്ദുചൂടൻ ഇന്നൊരു വ്യക്തിയല്ല, ഇന്ദുചൂടൻ എന്നൊരു വ്യക്തിയല്ല. എനിക്ക് വിസിലടിക്കാൻ തോന്നി. ലാലേട്ടൻ നമ്മളൊരു ഫേവറേറ്റ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അത് അങ്ങനെ. പിന്നെ സാഗർ എന്ന മിത്രത്തെ നിനക്കറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല എന്നൊക്കെ പറയും ലാലേട്ടൻ. അയ്യോ പ്രേമം തോന്നുന്നുണ്ട്. വെരി ഗുഡ്. പിന്നെ സുരേഷ് ഗോപി ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. നസിറാങ്കി ഉമ്മറായിട്ടാണെങ്കിൽ എനിക്കത് കുറച്ചുകൂടെയൊക്കെ അതിൽ മോള് വർക്ക് ചെയ്താൽ കുറച്ചുകൂടെയൊക്കെ ചെയ്യാം. അപ്പോൾ ഓഫൻഡ് നേരത്തെ എന്നോട് ചെയ്യാന്നോട് ഇല്ല എന്ന് പറഞ്ഞ ആളാ അല്ലേ? എനിക്കൊന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഷീസ് കേപ്പബിൾ ഓഫ് ഇറ്റ് ഓൾസോ. വെരി ഗുഡ്. ഈ നാടൻ പാട്ടില് ഒരു സിനിമയിലെ ഡയലോഗ് ഉണ്ടോ? പല സിനിമയിലെ ഡയലോഗ്. എല്ലാ ലാലേട്ടന്റെ സിനിമയാണോ? രണ്ടെണ്ണം ലാലേട്ടന്റെ. പിന്നെ ഒരെണ്ണം മറ്റേ ഒരു കയ്യില് ആൻഡ്രൂസും മറു കയ്യില് ഹോനായെന്നറിയില്ലേ? അതന്നെ ആ പുള്ളിയുടെ ഉണ്ട്. തന്നാനേ നാനേ തന തന്നാനേ നാനേ തന്നാനേ നാനേ തന തന്നാനേ നാനേ സാഗർ എന്ന മിത്രത്തെ നിനക്കറിയുമോനെ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല മോനെ. തന്നാനേ നാനേ തന തന്നാനേ നാനേ തന്നാനേ നാനേ തന തന്നാനേ നാനേ. ഇന്ദുചൂടൻ ഇന്ന് ഒരു വ്യക്തിയല്ല മോളെ, ഇന്ദുചൂടൻ ഇന്ന് ഒരു വ്യക്തിയല്ല മോനെ. ആ തന്നാനേ നാനേ തന തന്നാനേ നാനേ തന്നാനേ നാനേ തന തന്നാനേ നാനേ. ഒരു കയ്യില്
ഒരു കയ്യില് ആൻഡ്രൂസും മറു കയ്യില് ഹോനായും, ഒരു കയ്യില് ആൻഡ്രൂസും മറു കയ്യില് ഹോനായും. അമ്മച്ചി പണ്ട് പറയാറില്ലേ ഒരു ഭൂതത്താന്റെ കഥ, അമ്മച്ചി പണ്ട് പറയാറില്ലേ ഒരു ഭൂതത്താന്റെ കഥ. അമ്മച്ചി ആ പണപ്പെട്ടിങ് തന്നിര്, ജസ്റ്റ് ക്യാരി ഓൺ. ആ തന്നാനേ നാനേ തന തന്നാനേ നാനേ തന്നാനേ നാനേ തന തന്നാനേ നാനേ. സൂപ്പർ. താങ്ക് യു. നമുക്ക് ഇനി ഒരു കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. അതിലിനി ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇനി എന്തൊക്കെ അറിയാം? ഇനി എനിക്ക് ഡാൻസ് അറിയാം, പക്ഷെ ഇവിടെ കളിക്കാൻ പറ്റും. കഥാപ്രസംഗം അറിയാമോ? ആ കഥാപ്രസംഗം അറിയാം കേട്ടോ. കുറച്ച് സമയമുണ്ട്, അപ്പൊ നമുക്കൊരു ചെറിയ കഥ. ചെറിയതായിട്ട് പറയാം. അയ്യോ പാവല്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. ദ്രോഹിക്കല്ലേ പൊന്നു ചേച്ചിമാരെ, എന്നെ ദ്രോഹിക്കല്ലേ പൊന്നു ചേട്ടന്മാരെ. കല്ലുവാരി എറിയുന്ന ചേച്ചിമാരെ, നിങ്ങൾ എറിയുമ്പോ മുട്ടിനു കീടാക്കണേ. ചെരുപ്പ് കൊണ്ടെറിയുന്ന ചേട്ടന്മാരെ, നിങ്ങൾ എറിയുമ്പോ ഡബിളായിട്ടെറിയണമേ. അങ്ങനെ എന്റെ കൊച്ചു കഥാപ്രസംഗം തുടങ്ങുകയായി. കഥയുടെ പേര് തൊരപ്പൻ. സമയം സായാഹ്നം, സന്ധ്യയോട് അടുക്കുന്നു. എങ്ങും നിശബ്ദത കളിയാടുന്ന നേരം. പകൽ കിളികൾ തങ്ങളുടെ കൂടുകളിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതാ അങ്ങോട്ട് നോക്കൂ, ആരൊരാൾ നടന്നു വരുന്നുണ്ടല്ലോ. ഓഹോ, അതാണ് നമ്മുടെ കഥാനായകൻ തൊരപ്പൻ. പാൻസും ഷർട്ടുമാണ് വേഷം. ഒരു കോളേജ് കുട്ടപ്പന്റെ വേഷത്തിലാണ് വരവ്. മാടപ്രാവേ വാ, ഒരു കൂട് കൂട്ടാൻ വാ. എന്താ ഗാനം അവന്റെ ചുണ്ടിൽ തട്ടിക്കളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ നിന്നു. എന്തൊരു ശബ്ദം കേട്ടു. അവൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. ഒരു എലിയുടെ ശബ്ദമായിരുന്നു. വെറും എലിയല്ല, ഒരു എലിപ്പെണ്ണ്. അവൻ അവിടെ ചെന്ന് അവളോട് ചോദിച്ചു, നീ ആരാണ്? നീ ഏതാണ്? നീ എന്താണ് ഈ അസമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത്? അവൾ എന്തി കരഞ്ഞോണ്ട് പറഞ്ഞു, എൻ്റെ പേര് ഏലി എന്നാണ്. നിനക്ക് ആരുമില്ലേ? എനിക്ക് ആരുമില്ല. അവർക്ക് എന്ത് സംഭവിച്ചു? എലി വിഷം തിന്നു, അമ്മ ചത്തു, എലിഗണയിൽ പെട്ടു, അച്ഛനും ചത്തു. ആരാരുമില്ലാത്ത പാപിയാണു ഞാൻ, ആരും എനിക്ക് തുണയുമില്ല. ഇത് കേട്ടപ്പോൾ നമ്മുടെ തൊരപ്പൻ്റെ മനസ്സ് വളരെ നിശാന്തമായി. അവൻ അവളോട് ചോദിച്ചു, നിനക്ക് വിരോധമില്ലെങ്കിൽ നീ എൻ്റെ കൂടെ പോന്നോളൂ. ഇത് കേട്ടപ്പോൾ നമ്മുടെ എലി തുള്ളിച്ചാടി. എങ്ങനെയെന്നറിയണ്ടേ? പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനക്കാ. പങ്ങളെമ്പാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചുട്ടത് മരുമോനക്കാ. അങ്ങനെ ഇരുവരും പോയി. പിറ്റേ ദിവസം ചൂടുള്ള കട്ടൻ കാപ്പിയുമായി എലി തൊരപ്പൻ്റെ അടുത്തേക്ക് വന്നു. ഡേ ഡേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തൊരപ്പൻ പറഞ്ഞു, ഒന്നല്ല എത്ര കാര്യം വേണമെങ്കിലും പറഞ്ഞോളൂ. ആദ്യത്തെ കൺമണി ഒന്നായിരിക്കണം, ആരെയും കണ്ടാലെറിയണം, അത് അച്ഛനെ പോലെ ഇരിക്കണം. ഇത് കേട്ടപ്പോൾ നമ്മുടെ തൊരപ്പൻ ഒട്ടും വിട്ടുകൊടുത്തില്ല. അവനും പറഞ്ഞു, ആദ്യത്തെ കൺമണി ഞണ്ടായിരിക്കണം, ആരെയും കണ്ടാലിറുക്കണം, അത് അമ്മയെ പോലെ ഇരിക്കണം. അങ്ങനെ ഇരുവരുടെയും തർക്കങ്ങൾ കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം ചൂടുള്ള കട്ടൻ കാപ്പിയുമായി എലി വീണ്ടും വന്നു. ഡേ ഡേ എനിക്കൊരു കാര്യം പറയണ്ട്. ഇത് കേട്ടപ്പോൾ നമ്മുടെ തൊരപ്പൻ ദേഷ്യത്തോട് പറഞ്ഞു, ഒന്നല്ല എത്ര കാര്യം വേണമെങ്കിൽ പറഞ്ഞു പോ എന്ന് ദേഷ്യപ്പെട്ടു. എങ്കിലും എലി നാണത്തോട് പറഞ്ഞു, മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാള് കൂടണം, കാഞ്ചീപുരം സാരി ഒന്ന് ചുറ്റണം, പിന്നെ പത്മ തിയേറ്ററിൽ സിനിമയൊന്ന് കാണണം. മലയാറ്റൂർ പള്ളി പോണം, കാഞ്ചീപുരം സാരി ഉട്ടണം, സിനിമക്ക് പോണം. തനിക്കാകെ കിട്ടുന്നത് വെറും 10 രൂപ മാത്രം. ഇതുകൊണ്ടൊരു സിനിമക്ക് പോവാം, ബാക്കി നമുക്ക് പിന്നെ ആവാന്നേ. അങ്ങനെ ഇരുവരും സിനിമക്ക് പോയ യാത്രയായി. അതങ്ങോട്ട് നോക്കൂ, എത്ര ആളുകൾ അവരവരുടെ കഥകൾ പറഞ്ഞ് കൈകൾ കോർത്തിണക്കി പോകുന്നത്. അവരുടെ ഇടയിൽ നമ്മുടെ എലിയും തൊരപ്പൻ എങ്ങനെയെന്ന് പറയണ്ടേ? അന്യോന്യം കഥ പറഞ്ഞ് ശൃംഗാരവാലും വീശി കണ്ണോട് കണ്ണു നോക്കി ചിരിച്ചു നടന്നപ്പോൾ പെട്ടെന്ന് അവർ നിന്നു. എന്തൊരു ശബ്ദം കേട്ടു. അവർ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. ദാ കാണുന്ന കള്ളുഷാപ്പിൽ നിന്നാണ് അവന്റെ വരവ്. കപ്പ
തോട്ടത്തിലും കണ്ടില്ല, നിന്നെ വീട്ടിൽ തിരഞ്ഞിട്ടും കണ്ടില്ല. ആശിച്ചു ദാഹിച്ചു കുടിക്കാൻ ചെന്നപ്പോൾ ഇവിടെ വെച്ചു ഞാൻ കണ്ടല്ലോ. എടി എലി, ഞാൻ നിന്റെ അമ്മയെ അച്ഛയും പിടിച്ചോണ്ടിരുന്നപ്പോ നീയോട് രക്ഷപ്പെട്ടുവല്ലേ, വിടില്ല ഞാൻ. അങ്ങനെ അവന്റെ അരയിലിരുന്ന കടാര വലിച്ചോരി എലിയുടെ നെഞ്ചിലേക്ക് കാഞ്ഞു കുത്തി. ഇത് നമ്മുടെ തൊരപ്പന് ഒട്ടും സഹിച്ചില്ല. അവൻ പറഞ്ഞു, എടാ ദുഷ്ട, നീ എന്നെ കൂടെ കൊല്ലൂ, നിന്റെ ദാഹം തീരട്ടെ. അങ്ങനെ എലിയുടെ നെഞ്ചിലിരുന്ന കടാര വലിച്ചോരി തൊരപ്പന്റെ നെഞ്ചിലേക്ക് കാഞ്ഞു കുത്തി. അങ്ങനെ ഇരുവരുടെയും സമയം നിലച്ചു. സമയം സായാഹ്നം, സന്ധ്യയോട് അടുക്കുന്നു. എങ്ങും നിശബ്ദത കളിയാടുന്ന നേരം. പകൽ കിളികൾ തങ്ങളുടെ കൂടുകളിലേക്ക് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. സമയമാം അതുകൊണ്ട് പരിപാടി നിർത്തുന്നു. ക്ഷമയോടെ കേട്ടവർക്ക് നന്ദി വാക്കുകളായിരം. ക്ഷമയോടെ കേട്ടവർക്ക് നന്ദി വാക്കുകളായിരം. ഈ കഥ ഉണ്ടാക്കിയതാരാ? അമ്മ. എനിക്കറിയില്ല, എന്തൊരു കലാകുടുംബമാണിത്. ഞങ്ങളൊക്കെ ഇത്തിരി അഹങ്കരിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും കലയുണ്ട്. ഞങ്ങളിതൊക്കെ ആണ് 24 മണിക്കൂറും കലയെ മാത്രമേ സംസാരിക്കാറുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരെന്ന് വെച്ചാൽ ഒരാൾ കവിത പറയും, ഒരാൾ കറക്റ്റ് ചെയ്യും, ഒരാൾ പഠിപ്പിക്കും, ഒരാൾ അവതരിപ്പിക്കും. സൂപ്പറാണല്ലേ? ഒരു കിടില നാടൻ പാട്ട് കൂടി അല്ലേ? ഞാൻ കോളേജ് ഹോസ്റ്റലിൽ മൂട്ട കടിക്കണ ജെന്റിൽമാൻ, ഞാൻ കോളേജ് ഹോസ്റ്റലിൽ മൂട്ട കടിക്കണ ജെന്റിൽമാൻ. ഒന്നാം ചാൻസ് SSLC, രണ്ടാം ചാൻസ് BDC, ആയുസ് മുഴുവൻ MSc, ഇനി എന്നു കിട്ടും BSc. പറയൂ 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 ഞാനൊരു ഹീറോയല്ലേ, പറയൂ 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 ഞാനൊരു ഹീറോയല്ലേ. സമരങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്, തല്ലുകൾ ധാരാളം കൊണ്ടിട്ടുണ്ട്, എല്ലുകൾ പോലും ബാക്കിയില്ല, എൻ്റെ നട്ടല് പോലും ഒടിഞ്ഞു പോയി. പറയൂ 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 ഞാനൊരു ഹീറോയല്ലേ, പറയൂ 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 എന്ന് പറയണ്ട, ഞാനൊരു ഹീറോയല്ലേ. അപ്പം എനിക്ക് പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് പരിചയമുള്ള വേദികളുണ്ടെങ്കിൽ, അവസരങ്ങളുണ്ടെങ്കിൽ ഈ കലാകാരിയെ മറക്കാതിരിക്കണം. അത് നമ്മുടെ ഒരു അത്യാവശ്യം കൂടിയാണെന്ന് തോന്നുന്നു. ഇന്നത്തെ പുലർക്കാലം എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതെ അതെ, ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് ഒരു സിനിമ കഴിഞ്ഞതുപോലുള്ള പ്രതീതിയാണ്. ഒരുപാട് നടന്മാർ, സ്റ്റാർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മൂവി അല്ലേ? ജോഷിയുടെ ഒക്കെ പടം പോലെയാണ്. ഓക്കെ, വലിയ സന്തോഷം മോളെ. ഞങ്ങളുടെ പുലർകാലത്തിൽ വന്ന് ഇത്ര മനോഹരമായി ഒരുപാട് ആർട്ടിസ്റ്റുകളെ അവതരിപ്പിച്ചു. മോൾക്കറിയാവുന്ന എല്ലാ കലകളും ഇവിടെ പ്രദർശിപ്പിച്ചു. ഒരുപാട് നന്മയുണ്ടാവട്ടെ, മോളുടെ ഇനിയും ഉയർച്ചകളുണ്ടാവട്ടെ കലയിൽ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സെൽഫി ഓഫ് ദ ഡേ നമുക്ക് ആരാണ് നമുക്ക് നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്. ഒരു ടീഷർട്ടാണ് ജീവൻ TV-യുടെ ലോഗോ പതിപ്പിച്ചത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിലെ ചോദ്യം എന്ന് പറയുന്നത്, സജന സൈമൺ സഹോദരനും ആ നാട്ടിലെ കുറേ ചെറുപ്പക്കാരും കൂടി ചേർന്ന് ഒരു ട്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ട്രൂപ്പിൻ്റെ പേരെന്താണ്? ശരി ഉത്തരങ്ങൾ ഞങ്ങൾ എഴുതി അറിയിക്കാം. ഇവരുടെ ശരി ഉത്തരങ്ങൾ, മെസ്സേജസ്, ഗ്രീറ്റിംഗ്സ്, സെൽഫി ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് ഒരു മാസം കൂടുമ്പോൾ ഒരു ബമ്പർ സമ്മാനമുണ്ട് അല്ലേ? ബമ്പർ സമ്മാനം സോമ ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ബീച്ച് റിസോർട്ട്സിൻ്റെ 2 nights and 3 days സ്റ്റേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട. നിങ്ങളുടെ സെൽഫീസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഗ്രീറ്റിംഗ്സ് എല്ലാം ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മെയിൽ ID ത്രൂ ഔട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ സെൽഫിക്ക് പ്രത്യേക ID ആണ്, പുലർകാലത്തിൻ്റെ ഇൻഫർമേഷൻ വേറെ സെപ്പറേറ്റ് ID ആണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us നാളെ രാവിലെ 7:30 മണിക്ക്. ടിൽ ദെൻ